അതേടാ, അയാൾ എന്നോട് ചോദിച്ചു ഓഫീസിൽ മീറ്റിംഗ് എപ്പോഴാന്ന്. ഞാൻ പറഞ്ഞു മീറ്റിംഗ് ഈസ് അറ്റ് മൺഡേ ഇൻ 10 AM എന്ന്. അന്ന് അയാൾ എന്നെ നോക്കിയ നോട്ടം എൻ്റെ പൊന്നെ ഞാൻ ഇനി മറക്കൂല കേട്ടോ. അതോടെ എനിക്ക് മനസ്സിലായി ഈ ഇന്നും ഏറ്റൊന്നും ചില്ലറക്കാരല്ലാന്ന്. ഇല്ലേ, എവിടേക്കോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറില്ലേ, എവിടെ ഇന്ന് ഉപയോഗിക്കുക, ഓൺ ഉപയോഗിക്കുക, എറ്റ് ഉപയോഗിക്കുക, ആകെ തലപോയിക്കുന്നൊരു സംഭവമാണ്. എന്നാൽ ഇനി തലപോയിക്കണ്ട കേട്ടോ, നമ്മളിത് ഈസി ആയിട്ട് നോക്കാൻ പോവുക. ആദ്യം നമുക്ക് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് മനസ്സിൽ കാണാം. പിരമിഡ്, അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം എങ്ങനെയാ, ഒത്തിരി അല്ലേ, നല്ല നീളം ഉണ്ടാവും. അത് നമുക്ക് തൽക്കാലം ഇന്നായിട്ട് എടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു നടുഭാഗം ഉണ്ടാവില്ലേ, അതായത് അത്യാവശ്യം ഒരുപാട് നീളമൊന്നുമില്ല എന്നാൽ ഒത്തിരി കൂർത്തതുമല്ല, ആ ഭാഗം നമുക്ക് ഓൺ ആക്കാം. ആൻഡ് ലാസ്റ്റ് അതിൻ്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് എറ്റ്. ഇതൊന്ന് മനസ്സിലാക്കണേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ താഴെയുള്ള നീളമുള്ള ഭാഗം പിരമിഡിൻ്റെ, അതാണ് നമ്മുടെ ഇൻ. ഈ വലിയ വലിയ സമയങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഈ ഇന്നിനെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് കേട്ടോ താഴത്തെ വലിയ ഭാഗം എന്ന് ഞാൻ പറഞ്ഞത്. ഇന്നെപ്പോഴും നമ്മൾ വലിയ വലിയ സമയം വരുമ്പോഴാണ് ഉപയോഗിക്കുക. അതായത് വർഷങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ, സീസൺ ഉണ്ടാവില്ലേ അത്. പിന്നെ ദിവസത്തിന്റെ ഭാഗങ്ങൾ, അതായത് രാവിലെ ഉച്ചയ്ക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാരെയാണ്, ഇന്നിനെയാണ്. സ്കൂൾസ് റീ ഓപ്പൺ ഡാഷ് ജൂൺ. സ്കൂൾസ് റീ ഓപ്പൺ ഡാഷ് ജൂൺ. ഏതാ വരിക? ഇൻ അല്ലേ. ജൂൺ എന്ന് പറഞ്ഞാൽ മാസമാണ്. മാസത്തിന് മുന്നിൽ നമ്മൾ എപ്പോഴും ആരെ ചേർക്കണ്ടേ? ഇന്നെയാണ് കേട്ടോ. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് മെയ്. മൈ ബർത്ത്ഡേ ഈസ് ഇൻ മെയ്. ഇൻ മെയ്. ഇനി നമ്മൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപും നമ്മൾ വർഷം വരുന്ന സമയത്തും നമ്മൾ ആരെയാ ചേർക്കണ്ടേ? ഇന്നിനെയാണ് ചേർക്കേണ്ടത്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അപ്പോൾ മാസങ്ങളായി, വർഷമായി. ഇനി സീസൺ പറഞ്ഞു അല്ലേ നമ്മൾ, ക്ലോത്ത്സ് ഇൻ സമ്മർ. ഇനി പാർട്സ് ഓഫ് ദ ഡേ അല്ലേ, ദിവസത്തിനെ പല ഭാഗങ്ങളായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇന്ന ചേർക്കേണ്ടത്. ഐ ഡ്രിങ്ക് മിൽക്ക് ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് മിൽക്ക് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ പാൽ കുടിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് നമ്മുടെ ഓൺ, അതായത് കുറച്ച് മധ്യഭാഗം, ഒത്തിരി നീളമൊന്നുമില്ലാത്ത ഭാഗം. അപ്പൊ അത് പറയുന്ന പോലെ തന്നെ നമ്മൾ ദിവസങ്ങളുടെയും തീയതിയുടെയും മുന്നിലാണ് ഇവരെ ചേർക്കുന്നത്, ഓണിനെ ചേർക്കാറ്. രാഹുലിന് തിങ്കളാഴ്ചകളിൽ പിയാനോ ക്ലാസ് ഉണ്ട്. എങ്ങനെ പറയും? രാഹുലിന് തിങ്കളാഴ്ചകളിൽ പിയാനോ ക്ലാസ് ഉണ്ട്. തിങ്കളാഴ്ചകളിൽ, തിങ്കളാഴ്ച ഒരു ഡേ ആണല്ലേ. രാഹുൽ ഹാസ് പിയാനോ ക്ലാസ് ഓൺ മൺഡേസ്. ഓൺ മൺഡേസ്. വെരി ഗുഡ്. അവള് ചൊവ്വാഴ്ചകളിൽ എന്നെ വിളിക്കാറുണ്ട്. എങ്ങനെ പറയാ? ഷീ കോൾസ് മീ ഓൺ ട്യൂസ്ഡേസ്. ഷീ കോൾസ് മീ ഓൺ ട്യൂസ്ഡേസ്. വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഡാഷ് 26th January. എന്താ വരിക? 26th January ഡേറ്റ് ആണ് അല്ലേ. അപ്പൊ ആരെയും നമ്മൾ ചേർക്കണ്ടേ? അപ്പോ വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26th January. പരീക്ഷ മെയ് 10 ആരംഭിക്കും. എങ്ങനെ പറയും? ദ എക്സാം സ്റ്റാർട്ട്സ് ഓൺ May 10th. ദ എക്സാം സ്റ്റാർട്ട്സ് ഓൺ May 10th. അപ്പൊ മനസ്സിലായല്ലോ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുക മാസങ്ങളുടെയും വർഷങ്ങളുടെയും അതുപോലെ ഋതുക്കളുടെയും അതുപോലെ തന്നെ ഒരു ദിവസത്തിനെ നമ്മൾ തരംതിരിക്കുന്ന ഭാഗങ്ങൾ കാണില്ലേ, അതിന്റെ ഒക്കെ മുന്നിലാണ് നമ്മൾ ഇന്ന് ചേർക്കേണ്ടത്. ദിവസവും തീയതിയാണെങ്കിൽ നമ്മൾ ആരെയും ചേർക്കേണ്ടേ? ഓണിനെയാണ് ചേർക്കേണ്ടത്. നിക്ക് അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പല്ലേ പറഞ്ഞേ നമ്മൾ ദിവസത്തിന്റെ പല ഭാഗങ്ങൾ വരുന്നതിലും നമ്മൾ ഇന്ന യൂസ് ചെയ്യണേന്ന്. അതെന്തുകൊണ്ടാ പക്ഷെ നമ്മൾ എറ്റ് നൈറ്റ് എന്ന് പറയുന്നേ? ഇൻ നൈറ്റ് അല്ലേ പറയണ്ടേ? നൈറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ എറ്റ് നൈറ്റ് എന്ന് പറയണേ? അതിനൊരു കാരണമുണ്ട്. ഈ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരി നീണ്ടു നിൽക്കുന്ന സമയമാണ്. നമ്മൾ പല കാര്യങ്ങളും മനുഷ്യർ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതിൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങാനുള്ള സമയമാണ് അല്ലേ. പിന്നെ ഇവിടെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പകലിന്റെ അവസാനം വന്നു നിൽക്കുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ രാത്രിയെ കണക്കാക്കുന്നത്. സോ ഒരു സ്പെസിഫിക് പോയിന്റ് ആയിട്ടാണ് നമ്മൾ രാത്രിയെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് എറ്റ് നൈറ്റ് എന്ന് വരുന്നത് കേട്ടോ. ഇപ്പൊ സംശയം മാറിയല്ലോ, എന്തുകൊണ്ടാ എറ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഇൻ നൈറ്റ് എന്ന് പറയാതെ? മനസ്സിലായല്ലോ. അപ്പോ എറ്റ് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും സ്പെസിഫിക് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കൃത്യമായ ഒരു പോയിന്റിലുള്ള ഒരു ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എറ്റ് നൈറ്റ് എന്ന് പറയുന്നത്. രാത്രിയിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. എങ്ങനെ പറയും? രാത്രിയിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ദ സ്റ്റാർസ് ഷൈൻ അറ്റ് നൈറ്റ്. ദ സ്റ്റാർസ് ഷൈൻ അറ്റ് നൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ എറ്റ് യൂസ് ചെയ്യേണ്ട വേറൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമാണ് നൂൺ. നൂൺ, അതായത് കൃത്യം ഉച്ചയ്ക്ക് 12 മണി.
അത് കൃത്യമായൊരു പോയിന്റ് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? അറ്റ് യൂസ് ചെയ്യണം. അറ്റ് നൂൺ എന്നാ പറയണ്ടേ. പക്ഷേ ആഫ്റ്റർനൂൺ ആണെങ്കിൽ, ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ 12 മണി മുതൽ ഒരു 4-5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട ഒരു സമയം ആണ് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ ഇന്ന് യൂസ് ചെയ്യാം. ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയണം, ഇൻ ദി ആഫ്റ്റർനൂൺ. പക്ഷേ ഈ നൂൺ വരുമ്പോൾ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യേണ്ടേ? എറ്റിനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മളൊരു ദിവസത്തിൽ കൃത്യമായ ഒരു സമയം പറയുമ്പോഴും നമ്മൾ എറ്റ് യൂസ് ചെയ്യും കേട്ടോ. ട്രെയിൻ വൈകുന്നേരം 4:30 വരും. ട്രെയിന് വൈകുന്നേരം 4:30 വരും. 4:30 കൃത്യമായ ഒരു സമയമാണ് അല്ലേ? അപ്പൊ ഏതാ യൂസ് ചെയ്യണ്ടേ? ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 4:30. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 4:30. മനസ്സിലായല്ലോ? 4:30 എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു പോയിന്റ് ആണ്, ഒരു സ്പെസിഫിക് ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ എറ്റ് യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് രാത്രി 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. എങ്ങനെ പറയും? അവർ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. ഇപ്പൊ സംഭവം പിടികിട്ടിയല്ലോ. അപ്പൊ പലർക്കും ഒരു സംശയം വന്നേക്കാം. നമ്മൾ ഇതിനു മുൻപ് കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഓൺ ദ ബസ്. ബസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ലേ, സമയമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞേക്കുന്നത് സമയമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മൾ മാസം, വർഷം, അല്ലെങ്കിൽ സീസൺ, ദിവസം, തീയതി, സമയം, അതായത് ഒരു പ്രത്യേക 6:30, 4:14 എന്നൊക്കെ പറയുന്നത് കൃത്യമായൊരു സമയമാണ്. ഒക്കെ സമയങ്ങളാണ് അല്ലേ? അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഇന്നിനെയും ഓണിനെയും എറ്റിനെയും യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സംശയം വന്നേക്കാം, അപ്പൊ ഇങ്ങനെ ഈ ഓൺ ദ ബസ് എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ വരുന്നത്? അത് വരാൻ കാരണമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമറിൽ ശരിക്കും നമ്മൾ ഇതിനെ പറയുന്നത് പ്രപ്പസിഷൻ എന്നാണ്. പ്രപ്പസിഷൻ. ആ പ്രപ്പസിഷൻ എന്ന് പറയുന്നത് പ്രപ്പസിഷൻ ഓഫ് ടൈം ഉണ്ട്, പ്രപ്പസിഷൻ ഓഫ് പ്ലേസ് ഉണ്ട്, ആൻഡ് പ്രപ്പസിഷൻ ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രപ്പസിഷൻ ഓഫ് ടൈം ആണ്. ഈ പ്ലേസ് വരുമ്പോഴാണ് നമ്മൾ അവിടെ ഇവന്മാരെ വീണ്ടും കാണുന്നത്. ഓക്കെ, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലി ടൂർ ഒക്ടോബറിലെ ഒരു തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഫാമിലി വെക്കേഷൻ സ്റ്റാർട്ട്സ് ഡാഷ് മൺഡേ ഡാഷ് ഒക്ടോബർ ഡാഷ് 9 AM. ഇതൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടതേ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാ വരികയെന്ന്.